ഹലോ എവരിവൺ, വെൽക്കം ടു ബയോബാറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? DNA, സ്ട്രക്ചർ ഓഫ് DNA. സ്ട്രക്ചർ ഓഫ് DNA കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന സയൻറ്റിസ്റ്റിനെ നമ്മൾ പരിചയപ്പെട്ടു. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ, ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള DNA എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹ്യൂമൻ ക്രോമസോംസ്. അപ്പോൾ ഹ്യൂമൻ ക്രോമസോംസിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ക്രോമസോം. അപ്പോൾ നമുക്കൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, ക്രോമസോം സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്രോമസോംസ് എക്സ് ഷേപ്പിലേക്ക് വരും. ഈ ഒരു സ്ട്രക്ചറിൽ വി ഹാവ് എ സെൻട്രോമിയർ. സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ എന്താ? ദ സെൻട്രൽ റീജിയൻ ഓഫ് ദ ക്രോമസോം വിച്ച് ഡിവൈഡ്സ് ദ ക്രോമസോം ഇൻ ടു ഷോർട്ട് ആം ആൻഡ് ലോങ് ആം. 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് സെൻട്രോമിയർ, ഷോർട്ട് ആം ആൻഡ് ലോങ് ആം. ദെൻ ദർ ഇസ് എ സ്ട്രക്ചർ കോൾഡ് ടീലോമിയർ. ടീലോമിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രോമസോമിന്റെ എൻഡ് പാർട്ടിനെയാണ് നമ്മൾ ടീലോമിയർ എന്ന് പറയുക. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിന്റെ ഐഡന്റിക്കൽ റീജിയൻ, ഐഡന്റിക്കൽ പാർട്ടിനെയാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയും. ഇതൊരു സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്, ഇതൊരു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോമസോമിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഹ്യൂമൻ ക്രോമസോംസ്. ഒരു ഹ്യൂമൻ ബോഡിയിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എത്ര ക്രോമസോംസ് ഉണ്ടായിരിക്കും? 46 ക്രോമസോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് 23 പെയർസ് ഓഫ് ക്രോമസോംസ്. അപ്പോൾ അതിൽ തന്നെ 22 പെയർസ് നമ്മൾ ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് എന്നാണ് പറയുക. ദെൻ ലാസ്റ്റ് പെയർ ഈസ് കോൾഡ് സെക്സ് ക്രോമസോംസ്. ഇപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ ക്രോമസോംസ് ഇങ്ങനെ പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് പെയർ, സെക്കൻഡ് പെയർ, തേർഡ് പെയർ, അങ്ങനെ 22 പെയർ. ദെൻ ലാസ്റ്റ് പെയർ ഈസ് സെക്സ് ക്രോമസോം. ഒരു സിംഗിൾ പെയർ ക്രോമസോമിന് നമ്മൾ പറയുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. ദേ ലുക്സ് ഐഡന്റിക്കൽ, റൈറ്റ്? അപ്പോൾ അവരെയാണ് നമ്മൾ പറയുന്നത് ഹോമോലോഗസ് ക്രോമസോംസ്. അങ്ങനെ നമുക്ക് 22 പെയേഴ്സ് കഴിഞ്ഞ് 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് ഒരു ഹ്യൂമൻ സെല്ലിൽ ഉണ്ടായിരിക്കുക. സോ സെക്സ് ക്രോമസോംസിൽ ഇപ്പോൾ ബോയ് ആണെങ്കിൽ XYയും ഗേൾ ആണെങ്കിൽ XX എന്നുള്ള ഒരു രീതിയിലായിരിക്കും ക്രോമസോംസ് പ്രസന്റ് ആയിരിക്കുക. സോ സെക്സ് ക്രോമസോം മേ ബി XY ഓർ XX. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ ക്രോമസോംസ് കൺസിസ്റ്റ് ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊമാറ്റിക് ക്രോമസോംസിനെ കുറിച്ചാണ്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് കൺട്രോൾസ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിനൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സൊമാറ്റിക് ക്രോമസോംസ് ആയിരിക്കും. ഇത് 22 പെയർസ് ആണ് ഉണ്ടാവുക. എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോംസ് ടുഗെദർ ഫോം എ ഹോമോലോഗസ് ക്രോമസോംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ക്രോമസോംസിന് പറയുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോംസ്. ഈ ഹോമോലോഗസ് ക്രോമസോമിലെ ഒരു ക്രോമസോം ഫാദറിൽ നിന്നും അതർ ക്രോമസോം മദറിൽ നിന്നായിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കുക. The next is sex chromosomes. The chromosomes which are involved in sex determination. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു സെക്സ് ക്രോമസോംസ് ആയിരിക്കും. അതിൽ തന്നെ 2 ടൈപ്സ് ഓഫ് സെക്സ് ക്രോമസോംസ് ഉണ്ട്, X chromosome and Y chromosome. The Y chromosome is comparatively smaller than the X chromosome. X chromosomeനേക്കാളും വളരെ ചെറുതാണ് ഈ Y chromosome. Y chromosomeൽ SRY gene എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീൻ ഉണ്ട്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദ എംബ്രയോ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൽ ഇൻഡിവിജ്വലിലാണ് Y ക്രോമസോമിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കുക. ഈ Y ക്രോമസോമിന്റെ ഉള്ളിൽ SRY ജീൻ എന്ന് പറഞ്ഞ ഒരു ജീൻ ഉണ്ട്. ഈ ജീനാണ് ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ആർ ക്രോമസോംസ് സീൻ ഇൻ പെയർസ്? ഫൈൻഡ് ഔട്ട്. എന്തുകൊണ്ടായിരിക്കും ക്രോമസോംസ് എപ്പോഴും പെയർ ആയിട്ട് കാണുന്നത്? നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്ങിലെ സെല്ലിൻ്റെ ഉള്ളിൽ 23 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ് ഉണ്ടായിരിക്കുക. അതായത് പെയർ ആയിട്ടാണ് കാണും. ആ സിംഗിൾ പെയറിൻ്റെ ഉള്ളിൽ ദ വൺ ക്രോമസോം ഈസ് റിസീവ്ഡ് ഫ്രം ദ മദർ ആൻഡ് ദി അതർ ക്രോമസോം ഈസ് റിസീവ്ഡ് ഫ്രം ദ ഫാദർ. അതുകൊണ്ടാണ് ക്രോമസോംസ് എപ്പോഴും പെയർസ് ആയിട്ട് കാണുന്നത്. So next question is, are there multiple organisms with the same number of chromosomes? Find out. അതായത് സെയിം നമ്പർ ക്രോമസോംസ് ഉള്ള മൾട്ടിപ്പിൾ ഓർഗാനിസംസ് ഉണ്ടോ? The answer is yes. For example, 78 chromosomes ആണ് ഒരു ഡോഗിനുള്ളത്. The same number of chromosomes can be seen in hen also. അതായത് 78 ക്രോമസോം ഒരു നായയ്ക്കുണ്ട്, അതേ നമ്പർ ക്രോമസോം ആണ് ഒരു കോഴിക്കുള്ളത്. The other example is 60 chromosomes can be seen in cow. 60 ക്രോമസോം ആണ് ഒരു പശുവിനുള്ളത്. ദ സെയിം നമ്പർ ഓഫ് ക്രോമസോം ക്യാൻ ബി സീൻ ഇൻ ഗോട്ട്. ആടിലും അതേ നമ്പർ ക്രോമസോംസ് നമുക്ക് കാണാൻ പറ്റും. സോ ഹിയർ ദ ആൻസർ ഈസ് യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ Y chromosome of the father is important in sex determination. Why? Find out.
അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫാദറിൽ നിന്ന് വരുന്ന Y ക്രോമസോം ആണ് ഒരു ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ പഠിച്ചു Y ക്രോമസോമിൽ SRYG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീൻ ഉണ്ട്. ആൻഡ് ദിസ് ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദ എംബ്രയോ. ടെസ്റ്റിസ് ഡെവലപ്പ് ആവുന്നതിനോടൊപ്പം മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ആൻഡ് ഗ്രാജുവലി ദ ബേബി വിൽ ബിക്കം എ ബോയ്. ബേബി ഗേൾ ആവണോ ബോയ് ആവണമെന്നോ ഡിറ്റർമിൻ ചെയ്യുന്നത് തന്നെ ഫാദറിൽ നിന്ന് വരുന്ന Y ക്രോമസോമിന്റെ പ്രസൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിലുള്ള ഈ ഒരു ബോക്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഫീമെയിലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? 44 പ്ലസ് XX, അതായത് 44 സൊമാറ്റിക് ക്രോമസോം ആൻഡ് XX സെക്സ് ക്രോമസോംസ് ആണ് ഉണ്ടായിരിക്കുക. മെയിലിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? 44 പ്ലസ് XY ആയിരിക്കും, അതായത് 44 സൊമാറ്റിക് ക്രോമസോംസും X ആൻഡ് Y സെക്സ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ബോത്ത് സെയിം ആണ്. നമുക്ക് 46 chromosomes ഫീമെയിൽ ആൻഡ് 46 chromosome മെയിൽ. ആൻഡ് ദെൻ നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് എങ്ങനെയായിരിക്കും? 44 തന്നെയായിരിക്കും രണ്ടുപേരിലും 44 somatic chromosomes in female and 44 somatic chromosomes in male. Last one, the number and type of sex chromosomes എങ്ങനെയായിരിക്കും? 2 sex chromosomes ആണ് രണ്ടുപേരിലും ഉണ്ടാവുക. ഫീമെയിൽ ആൻഡ് മെയിലിൽ 2 sex chromosomes ആയിരിക്കും. But the type of chromosomes are different in female and male. That is, in female there are both X chromosome, XX ആയിരിക്കും. In male X and Y chromosomes ആയിരിക്കും sex chromosomes. അപ്പോൾ നമ്മൾ നോർമൽ ഫീമെയിലിന്റെയും നോർമൽ മെയിലിന്റെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കി. That means 44 plus XX for normal female and 44 plus XY for normal male. ഈ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെറിയ ഡിഫറൻസസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വേരിയേഷൻ ഇൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് 44 പ്ലസ് X0. ഈ ഒരു കേസിൽ ഫീമെയിൽസിന് ഒരു X ക്രോമസോം ആബ്സെന്റ് ആയിരിക്കും ആൻഡ് ദേ ഹാവ് ദ കണ്ടീഷൻ കോൾഡ് ടേണർ സിൻഡ്രോം. അടുത്തൊരു എക്സാമ്പിൾ ആണ് 44 പ്ലസ് XXX. ഒരു X ക്രോമസോം ആ ഫീമെയിലിൽ കൂടുതലായിരിക്കും ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് XXX സിൻഡ്രോം. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് 44 പ്ലസ് XXY. ഇതൊരു മെയിലിന്റെ കണ്ടീഷനാണ്. ദ മെയിൽസ് വിത്ത് 2 X ക്രോമസോം ആൻഡ് 1 Y ക്രോമസോം. ഈ ഒരു കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആ മെയിലിൽ കാണിക്കും. ആ ഒരു ഇൻഡിവിജ്വലിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇത്തിരി കൂടുതലായിരിക്കും. ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. നോർമലി അവർ ഇൻഫെർട്ടൈൽ ആയിരിക്കാനാണ് ചാൻസ്. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് 44 പ്ലസ് XYY. ഒരു എക്സ്ട്രാ Y ക്രോമസോം ആ മെയിലിൽ കൂടുതലായിരിക്കും. ദേ ഹാവ് XYY സിൻഡ്രോം. അപ്പോൾ നമ്മൾ ജീൻസിനെ കുറിച്ച് പഠിച്ചു. ജീൻസ് ആണ് നമ്മുടെ ബോഡി ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെയായിരിക്കും ജീൻസ് ബോഡി ഫംഗ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജീനിനെ കുറിച്ച് നോക്കാം. ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. നമ്മുടെ DNA-യിലുള്ള ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ അല്ലെങ്കിൽ ഒരു DNA-യുടെ ഒരു സെഗ്മെന്റിനെ പറയുന്ന പേരാണ് ജീൻ. The proteins which are synthesized according to the instructions of genes are responsible for the formation of characteristic features and for controlling metabolic activities. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജീൻസ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഒരു ബോഡി ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യില്ല. പകരം they will produce some proteins. ഈ പ്രോട്ടീൻസ് ആയിരിക്കും നമ്മുടെ ബോഡി ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീച്ചർ, നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഡിഫൈൻ ചെയ്യുന്നതെല്ലാം ഈ പ്രോട്ടീൻസ് ആയിരിക്കും. DNA-യുടെ അകത്തിരിക്കുന്ന ജീനിൽ നിന്ന് പ്രോട്ടീൻ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് RNAs. ഈ RNA-യുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA is another type of nucleic acid similar to DNA. DNA-യുടെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. And they are also made up of nucleotides. അപ്പോൾ നമ്മൾ DNA-യിൽ പഠിച്ചതുപോലെ RNA-യിലും ആരുണ്ട്? ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. Each of the nucleotide contains a ribose sugar phosphate group and a nitrogenous base. And here, the one of the difference between DNA and RNA is the type of sugar. RNA നമ്മൾ പറഞ്ഞു റൈബോസ് ഷുഗർ ആണ്. പക്ഷേ in the case of DNA, it is deoxyribose sugar. Okay. The nitrogen bases in RNAs are adenine, guanine, uracil and cytosine. Here, the another difference between the RNA and DNA comes. That means, in the place of thymine, here it is uracil. RNA-യിൽ uracil ആണ്. thymine പകരം അവിടെ uracil ആണ് ഉള്ളത്. Most of the RNAs have single strand. DNA-യിൽ double strand ആണ് നമ്മൾ പഠിച്ചത്. പക്ഷേ RNA have single strand. Next ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള DNA RNA കമ്പാരിസൺ ബോക്സ് നോക്കാം. അപ്പോൾ DNA-യിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എത്രയായിരിക്കും? 2 ആണ്. RNA-യിൽ മോസ്റ്റ്ലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇനി ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ DNA-യിൽ എന്തായിരിക്കും? ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരിക്കും. RNA-യിൽ റൈബോസ് ഷുഗർ ആയിരിക്കും. ഇനി നൈട്രജൻ ബേസിസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡിഫറൻസ് വരുന്നത് DNA-യിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-യിൽ അഡിനിൻ,
In the place of thymine, it is uracil. അപ്പോൾ adenine, uracil, guanine and cytosine. And these are the difference between DNA and RNA. Next, we are moving to an important topic called protein synthesis. അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ 2 മെയിൻ സ്റ്റെപ്സ് ആണ് ഉണ്ടായിരിക്കുക. The first step is transcription and second one is translation. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു DNA-യിൽ ജീൻ ഉണ്ട് ആൻഡ് ദിസ് ജീൻ കോഡ്സ് ഫോർ പ്രോട്ടീൻ. അപ്പോൾ ഈ ഒരു ജീനിൻ്റെ മെസ്സേജ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ എല്ലായിടത്തും കൊടുക്കില്ല. പകരം നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ കുറച്ച് കോപ്പീസ് എടുത്ത് വെക്കും. അതേപോലെ DNA-യിലുള്ള ആ ഒരു ജീനിൻ്റെ ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് ആ ജീൻസ് അല്ലെങ്കിൽ ആ ഒരു DNA-യിൽ ഇരിക്കുന്നത്. അതൊരിക്കലും അങ്ങനെ തന്നെ നമുക്ക് പുറത്തേക്ക് പ്രോട്ടീൻ സിന്തസിസിന് വിടാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും, അതിൻ്റെ കോപ്പീസ് തയ്യാറാക്കും. ആൻഡ് ദീസ് കോപ്പീസ് ആർ നോൺ ആസ് mRNAs. അപ്പോൾ എന്താ ചെയ്യുക, DNA-യുടെ ഒരു സ്ട്രാൻഡിൻ്റെ ഒരു വേറെ അനദർ കോപ്പി അവിടെ ടെംപ്ലേറ്റ് പോലെ ഉണ്ടാക്കും. And this template is mRNA, messenger RNA എന്നാണ് പറയുക. This mRNA contains messages for protein synthesis. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ട്രാൻസ്ക്രിപ്ഷൻ. ഇത് നടക്കുന്നത് ന്യൂക്ലിയസിന്റെ അകത്താണ്. The next step is translation. ട്രാൻസ്ലേഷൻ എവിടെ നടക്കുന്നത്? സൈറ്റോപ്ലാസ്റ്റിലാണ്. ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വന്ന mRNA സൈറ്റോപ്ലാസ്റ്റിൽ വന്ന് റൈബോസോമിലാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഈ ട്രാൻസ്ലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് tRNA ആൻഡ് rRNA. tRNA എന്ന് പറയുന്നത് ട്രാൻസ്ഫർ RNA ആണ് ആൻഡ് rRNA ഈസ് റൈബോസോമൽ RNA. റൈബോസോമൽ RNA എപ്പോഴും റൈബോസോമിനോട് ചേർന്നാണ് നിൽക്കുക. ആൻഡ് ദേ കമ്പൈൻ അമിനോ ആസിഡ്സ് ടു മേക്ക് പ്രോട്ടീൻ. ആൻഡ് tRNA carries specific amino acid to the ribosome based on the message in the mRNA that has reached the ribosome from the nucleus. അപ്പോൾ tRNA എന്താ ചെയ്യുക, mRNA റൈബോസോമിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. ഈ mRNA-യിൽ കുറച്ച് കോഡ്സ് ഉണ്ടാവും. ഈ കോഡ്സ് അനുസരിച്ച് അമിനോ ആസിഡ്സിനെ കളക്ട് ചെയ്ത് ഈ റൈബോസോമിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രാൻസ്ഫർ RNA, tRNA-യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ലേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ദ റൈബോസോം ഇൻ ദ സൈറ്റോപ്ലാസം വിത്ത് ഹെൽപ്പ് ഓഫ് tRNAs ആൻഡ് rRNAs. ഈ അമിനോ ആസിഡ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ കാണിച്ചിട്ടുള്ള ഒരു ഇമേജ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിനകത്ത് DNA-യിൽ നിന്ന് ഒരു mRNA സിന്തസൈസ് ചെയ്യും. കോപ്പി ഓഫ് ജീൻസ് ആണ് mRNA. ഈ mRNA എന്ത് ചെയ്യും? ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ന്യൂക്ലിയസിന് പുറത്തേക്ക് വരും. ന്യൂക്ലിയസിന് പുറത്ത് സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോമുമായി അറ്റാച്ച് ചെയ്യും. At the same time, the tRNAs in the cytoplasm carries amino acids to the ribosome based on the messages in the mRNA. mRNA-യിലുള്ള മെസ്സേജസ് റീഡ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരും, ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നവരാണ് tRNAs. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ അമിനോ ആസിഡ്സും ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ പ്രോട്ടീൻ സിന്തസൈസ് ഫ്രം ദ റൈബോസോം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആനിമേഷൻ വീഡിയോ ഒബ്സർവ് ചെയ്യാം. ഓരോ സെല്ലിൻ്റെയും ന്യൂക്ലിയസിനകത്താണ് ക്രോമസോം കാണുന്നത്. With the help of histones, the long DNA is packed inside this chromosome. Genes in the DNA is copied into messenger RNA. And this mRNA comes out of the nucleus into the cytoplasm and reaches ribosome. Transfer RNA carries specific amino acids from the cytoplasm to the ribosome according to the message in the mRNA. All the amino acids are added to a growing chain of amino acids. Once the last amino acid has been added, the chain falls into a complex 3D shape called protein. ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിലെ സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു? ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ദ നെക്സ്റ്റ് ഈസ് പ്രോസസ്സസ് ടേക്ക് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ പ്രോസസ്സുകളായിരുന്നു നടന്നിരുന്നത്? DNA-യിൽ ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ mRNA ആയിട്ട് സിന്തസൈസ് ചെയ്തു. ഇതായിരുന്നു ന്യൂക്ലിയസിനകത്ത് നടന്ന പ്രോസസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. നെക്സ്റ്റ്, ദ പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസിൽ എന്തായിരുന്നു നടന്നിരുന്നത്? ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു വന്ന mRNA റൈബോസോമിൽ എത്തുന്നു. അറ്റ് ദ സെയിം ടൈം tRNA carries specific amino acids based on the messages in the mRNA. mRNA-യിലുള്ള മെസ്സേജ് അനുസരിച്ച് tRNA സ്പെസിഫിക് അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്ത് റൈബോസോമിലേക്ക് എത്തിക്കുന്നു. വിത്ത് ഹെൽപ്പ് ഓഫ് rRNA ഈ അമിനോ ആസിഡ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഒരു പ്രോട്ടീൻ രൂപപ്പെടുന്നു. ഇതായിരുന്നു സൈറ്റോപ്ലാസത്തിൽ നടന്ന പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. നമുക്ക് ഇപ്പോൾ പ്രോട്ടീൻ സിന്തസിസിന്റെ എല്ലാ സ്റ്റെപ്സും നമ്മൾ പഠിച്ചു. ഇത് നമുക്കൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം? നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് mRNA ഫോംഡ് ഫ്രം ദ DNA.
and mRNA reaches ribosomes in the cytoplasm. tRNA brings amino acids based on the messages in the mRNA to the ribosome. And last, ribosomes combine amino acids to make protein with the help of rRNA. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പഠിച്ച പ്രോട്ടീൻ സിന്തസിസിന്റെ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റെപ്സ്. പ്രോട്ടീൻ സിന്തസിസ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ട 3 RNAs ആണ് mRNA, tRNA and rRNA. അപ്പോൾ നമുക്ക് ഇവരുടെ 3 പേരുടെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്, ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ mRNA നോക്കാം. mRNA എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സഞ്ചർ RNA. And the function is the mRNA contains messages for protein synthesis. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന മെസ്സേജസ് DNA-യിൽ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവരുന്നവരാണ് മെസ്സഞ്ചർ RNA. The next is tRNA. tRNA-യുടെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്ഫർ RNA എന്നാണ്. And the function is tRNAs carry specific amino acids to the ribosome based on message in the mRNA. mRNA-യിലുള്ള മെസ്സേജ് അനുസരിച്ച് സൈറ്റോപ്ലാസ്റ്റിൽ നിന്ന് അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്ത് റൈബോസോമിൽ എത്തിക്കുകയാണ് tRNA-യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് rRNA. ദ ഫുൾ ഫോം ഓഫ് rRNA ഈസ് റൈബോസോമൽ RNA. അപ്പോൾ എന്തായിരുന്നു റൈബോസോമൽ RNA-യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ദ പ്രൈമറി കമ്പോണന്റ് ഓഫ് ദ റൈബോസോം helps in the formation of bonds between amino acids. amino acids join ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ് rRNA-യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So these are the 3 RNAs, mRNA, tRNA and rRNA. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു? ഹ്യൂമൻ ക്രോമസോംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, വേരിയേഷൻസ് ഇൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, ലാസ്റ്റ് പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. The major experiments of Mendel ആണ് അടുത്ത ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So see you in the next class. Bye.